മോഡൽ പരിചയപ്പെടുത്താനാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഡെനക്സ് ഓഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു അടിപൊളി ഒരു ആംപ്ലിഫയർ പരിചയപ്പെടുത്താനാണ്. ഇത് ഡെനക്സിന്റെ ഏറ്റവും പുതിയൊരു ഹൈഫൈ സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന് പറയാം. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ആംപ്ലിഫയർ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട്. അതിന്റെ പെർഫോമൻസ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പൊ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതാണ് നമ്മളെ പറഞ്ഞ ഒരു ഹൈഫൈ സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. ക്വാളിറ്റി രീതി ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ആംപ്ലിഫയർ. നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇതിന്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയൊരു സൈസിൽ നമുക്കൊരു 60 വാട്ട്സ് കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇതിന് ചെയ്തിരിക്കുന്ന USB ബോർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത USB ബോർഡാണ്. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റിയും കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ USB ആണെങ്കിലും ബ്ലൂടൂത്ത്, ഓക്സ്, അതുപോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു USB പ്ലെയർ ഇതിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈഫൈ ആയിട്ടുള്ള ഒരു ഏത് ഓഡിയോ ഫയലും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. FM ഒക്കെ ആണെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാനൊരു ചെറിയൊരു വയറേ ഇതിന് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ പോലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് FM നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ബാസ്റ്റബിൾ ബോർഡ്, ഒരു മാസ്റ്റർ വോളിയം, പിന്നെ USB സോക്കറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉൾവശത്തിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ അകത്ത് ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 27 ഒരു 8 ആംപിയർ കിട്ടുന്ന രീതിയിൽ ചെറിയൊരു ട്രാൻസ്ഫോമർ ആണ്. പിന്നെ 2 ചാനലിന് ഉപയോഗിച്ചിരിക്കുന്ന പറയുന്ന ട്രാൻസിസ്റ്റർ ബോർഡാണ്, തോഷിബയുടെ 2 ട്രാൻസിസ്റ്റർ ബോർഡ്. അതിന്റെ അകത്ത് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു BT ബോർഡ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ബാസ്റ്റബിൾ ബോർഡാണ്. അതായത് ശക്തിയുടെ ഒരു ബോർഡാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ബാസും ട്രിബിൾ ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയോട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പെർഫോമൻസ് മനസ്സിലാവും. കാരണം നമുക്കൊരു സബ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് അതിന്റെ പക്കയായിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്കിത് കിട്ടുന്നുണ്ട്. റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 10,000ന്റെ 2 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ നമ്മുടെ ആംപ്ലിഫയർ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഔട്ട് വരുവാണെങ്കിൽ 2 ഓഡിയോ ഔട്ടാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റ്. ഇതുപോലത്തെ 2 സോണിയുടെ ഒക്കെ 2 ബോക്സ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊരു പഴയ നമുക്കൊരു കസ്റ്റമർ തന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ബോക്സിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 2 ബോക്സ് കൊടുത്ത് നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്തൊരു കൂളിംഗ് ഫാനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്സ് ഇൻപുട്ട് വന്നിട്ടുണ്ട്, USB, ബ്ലൂടൂത്ത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളൂ. നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടി പണ്ടത്തെ ഒരു നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു ബാസും ട്രിബിളും അതാണ് ഇതിന്റെ അകത്ത് ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഇതിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിലും കൂടെ നോക്കാം. ഇത് ശരിക്കും ഒരു പഴയ ഒരു 2 ബോക്സുകളാണ് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ഇതിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസ് കാണിക്കാൻ പോകുന്നത്. गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रवीताय धीमहि एकदन्ताय
ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിലൂടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് നോക്കാവുന്നതുള്ളൂ. അപ്പൊ നമുക്ക് ഈ ടൈപ്പ് ആംപ്ലിഫയറുകൾ വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതുള്ളൂ. നിങ്ങളാണ് വരുന്ന അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.